ഹലോ എവ്രി വൺ. അനുമോളെ വളരെ മോശം. ഇന്നലെ രാത്രി ഏകദേശം 1:30 സമയത്താണ് ലൈവിൽ അനുമോള് ഈ പറയുന്ന അനീഷിനെ കളിയാക്കി ചിരിക്കുന്നത്. അതിൻ്റെ രംഗമുണ്ട്, അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരല്ലേ എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ പൊന്നാര പ്രേക്ഷകരെ, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയും ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് കാര്യം പറയുന്നത്. അനുമോളെ സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവർ നല്ല ചെയ്താൽ നല്ലത് ഞാൻ പറയും. ഇന്നലെ രാത്രി 1:30 സമയത്ത് അനുമോൾ ചെയ്തത് വൃത്തികേടാണ്. ഒരു മനുഷ്യന്മാരെയും അങ്ങനെ കളിയാക്കി തിരിക്കാൻ പാടില്ല. നിങ്ങൾ തന്നെ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. അതായത് ഫിനാലെ വീക്കിൽ നമ്മുടെ ലാലേട്ടൻ ആർക്കാണ് കപ്പ് കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ A to Z ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എൻ്റെ ഈ ചാനലിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. HD ആയിട്ടുള്ള, അതായത് നമ്മുടെ ലാലേട്ടൻ കപ്പ് കൈമാറുന്ന രംഗം A to Z ഫിനാലെ നമ്മൾ എൻ്റെ ചാനലിൽ തരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഈ പറയുന്ന അനുമോൾ കളിയാക്കി ചിരിക്കുന്ന രംഗം ഒന്നൊന്നായിട്ട് കണ്ടു നോക്കാം. ഓക്കെ, ചേട്ടാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചേട്ടൻ്റെ സഹോദരത്തെ പോലെ കാണുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. സമയം പുള്ളിക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പുള്ളി ആലോചിച്ചിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ സമയം എടുത്തിട്ട് ചേട്ടാ ഞാൻ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ കല്യാണം നോക്കുന്നില്ല എന്ന്. ആ ഒരു കാര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ സോറി ചേട്ടാ, ഞാൻ ചേട്ടനെ ഇത്രയും നാളായിട്ട് കണ്ടത് ബ്രദറിനെ പോലെയാണ്, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു 2 വർഷത്തിനകത്ത് കല്യാണമുള്ളൂ, ഈ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, ഫിനാൻഷ്യലായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അപ്പൊ പുള്ളി അത് കേട്ടപ്പോ തന്നെ പുള്ളി ആലോചിച്ച് ഇതൊക്കെ ഞാൻ തീർക്കണം. പുള്ളി ഒറ്റോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വിചാരിച്ചത് എന്താ ഇങ്ങനെ ഇട്ടൊരു പോക്ക്. പിന്നെ പുള്ളിക്ക് മനസ്സിലായി ശരിയാവില്ല. അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫിനാൻഷ്യലി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിച്ച ഞാൻ ഇല്ലല്ല ചുമ്മാ പറഞ്ഞു. പൊന്നാര പ്രേക്ഷകരെ, ഇത് തെറ്റല്ലേ? നിങ്ങൾ തന്നെ പറയണം. ഒരു മനുഷ്യൻ, അതായത് ഞാനൊരു പെൺകുട്ടിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾക്കൊന്നെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പറയാം എനിക്ക് നിന്നെ ഇഷ്ടമില്ല, തീർന്നു. അതിനുശേഷം ലൈവിൽ ഇങ്ങനെയൊക്കെ കളിയാക്കി ചിരിക്കണോ? എന്താ അല്ലേ? സത്യം പറഞ്ഞാൽ അനീഷിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നതിൽ എനിക്ക് പേഴ്സണലി നല്ലോണം സങ്കടമുണ്ട്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചത് പോയി. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടാണ് ഞാൻ പോയി സംസാരിക്കാൻ തുടങ്ങിയത്. ചേട്ടാ അങ്ങനെയൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ. അപ്പൊ പുള്ളി പറയല്ലേ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന്. ഞാൻ എന്ത് പറയാനാ, പിന്നെ ഞാൻ അങ്ങ് മറന്നു. പുള്ളി അങ്ങ് മറന്നു വിചാരിച്ചു. ലാലിട്ട് ചോദിച്ചപ്പോഴേ പുള്ളി ചിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ മറന്നുപോയി. എന്താ പറഞ്ഞേ? ലാലേട്ടനോ? പ്രണയമാണോ സ്നേഹമാണോ? അത് വേറൊരു വാക്കും കൂടെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു. അനുകമ്പ പിന്നെ അതൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി എന്താ പറഞ്ഞു? ഇതെല്ലാം കൂടെ കൂടിയ ഒരു ഫീലിംഗ് ആണോ? അത് പറഞ്ഞപ്പോ മനസ്സിലായി പുള്ളി എന്താ അല്ലേ? ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു പ്രണയ അഭ്യർത്ഥന ചെയ്യുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കി കൂടെ? എന്തിന് ലൈവിൽ ഇങ്ങനെ വിഷം കാറുന്നു? എന്തിനിങ്ങനെ അദ്ദേഹത്തെ കളിയാക്കി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയാണ്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലാലിട്ട് ചോദിക്കുമ്പോൾ എന്ത് പറയണം? എല്ലാവരുടെയും മുന്നിൽ അവിടെ ഓഡിയൻസ് ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പുള്ളിയുടെ കൂടെ നോക്കണ്ടേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ആ സ്പോട്ട് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റും. ഞാനത് എന്ത് പറയണമായിരുന്നു? എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയണമായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞോ അനു, നീ ചാടല്ലേ? എന്ത് മറുപടി കൊടുക്കേണ്ടതായിരുന്നു? നീ പറഞ്ഞ മറുപടി ഒന്നും ഞാൻ കൊടുക്കേണ്ട മറുപടി എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? പോലുള്ളൊരു ഇഷ്ടമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ പുള്ളിനോട് ദേഷ്യമോ അല്ലെങ്കിൽ പുള്ളി ഇത് പറഞ്ഞോണ്ട് എനിക്ക് പുള്ളിനോട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നീ ഞങ്ങളോട് എന്താണോ പറഞ്ഞത് അത് നിനക്ക് പറയാറുണ്ട്. അവിടെ നീ അത് വ്യക്തതയില്ലാതെ പുള്ളിയുടെ ഇഷ്ടമുണ്ട്, പക്ഷെ ആ രീതിയിലല്ലാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പറയാം, ഒന്നുകൂടെ വ്യക്തമാക്കി നിനക്ക് പറയാറുണ്ട്. എന്താ മൈൻഡിൽ വെച്ചോണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം ഡൗട്ട് അല്ല. ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളൂടെ നിന്നോട് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നാല പ്രേക്ഷകരെ, എനിക്ക് പേഴ്സണലി കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന ആദിലയും നൂറയോടും അനുമോളോടും ഒരു പ്രത്യേക തരം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാരണം മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയോടെ എൻ്റെ മനസ്സ് കല്ലായി. ഇനിയൊരിക്കലും, അതായത് ഒരാണിനെയും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റും. അയാളെക്കുറിച്ച് പരദോഷണം പറയും, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇതിനെന്തിന് വീണ്ടും ചർച്ച ചെയ്യുന്നു? പൊന്നുമക്കളെ, അനുമോളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ് അങ്ങ് ലീക്ക് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം കേൾക്കണം. ഒരു വോയിസ് ക്ലിപ്പാണ്. അതിനുശേഷം അതിന് ക്ലിയർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കാം. ഓക്കെ, ഈ ഷാനവാസും അക്ബറോടെ സംസാരിച്ചത് പുറത്തു വിടേണ്ട ഒരു ആവശ്യമില്ല. ഇവന്മാർ മനഃപൂർവ്വം പുറത്തു വിട്ടതാ. ബിഗ് ബോസ് ടീമേ മനഃപൂർവ്വം പുറത്തു വിട്ടവരുണ്ട്. ഈ അനീഷിന് ഇപ്പം
ആ ഒരു സംസാരം കേൾക്കുമ്പോൾ പലരും അത് ഒരു സത്യസന്ധമായിട്ടൊക്കെ വിചാരിക്കും. അതാണ് ഒരു വിഷയം വരുന്നത്. ഇവിടെ പറയുന്നത് ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡിൽ ഏറ്റവും അവസാനം ഷാനവാസും അക്ബറും ഈ വിഷയത്തെ, അതായത് അനീഷിന്റെയും അനുമോളുടെയും പ്രേമത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് പുറത്തുവിട്ട് തെറ്റെന്നാണ് ഈ ചങ്ങായി പറയുന്നത്. എടാ പൊന്നാര ചങ്ങായി, അനുമോൾക്ക് കപ്പ് കൊടുക്കാനാണോ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയത്? അവിടെ ആണത്തത്തോടെ, അതായത് അവിടെ മികച്ച രീതിയിൽ ഗെയിം കളിച്ചാലേ കപ്പ് കിട്ടും. ഓക്കെ, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം അവർ പുറത്തുവിടും, അതൊക്കെ നമ്മൾ കാണണം. ഓക്കെ, എന്താണ് ഷാനവാസും അക്ബറും ഇന്നലെ സംസാരിച്ചത്? നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഇത്ര സീരിയസ് ആയിരുന്നു അനീഷേട്ടൻ? ചേട്ടന് സീരിയസ് പ്രണയമായിരുന്നു? അല്ല, അപ്രോച്ച് ചെയ്തു, അവന് ഇഷ്ടപ്പെട്ടു, അപ്രോച്ച് ചെയ്തു എന്നല്ലാതെ മുഖത്ത് സീരിയസ് തമാശല്ലായിരുന്നു. തമാശല്ല, ഭയങ്കര ശരിക്കും. അല്ല, ഇനി അത് പിടിച്ച് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് നടക്കൂല അനീഷേട്ടൻ, അങ്ങനെ നടക്കില്ല. ആ ഇഷ്ടം പറഞ്ഞു. ആർക്കായാലും ഒന്നിച്ചൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ അങ്ങനെ തോന്നൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നതിൽ എന്താ പ്രശ്നം? ഒരു തെറ്റൂല. പക്ഷെ പുള്ളി പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം. മനസ്സിൽ വെച്ച് നടക്കാണ്ട് പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിക്ക് ചിന്തിക്കായിരുന്നു, പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. ചൊറിയാണ് കളിയാക്കുക, അത് വേറെ പ്രശ്നം. ജെനുവിൻ ഇതാണ്. പിന്നെ മൂപ്പർക്ക് തോന്നി. അനു അതിന്റെ ഇടയിലാകെ കുടുങ്ങി. അനു ഇത് പടച്ചോനെ അമ്മ എന്ത് പറയാറ്. ഞാൻ അതിലോട് പറഞ്ഞേ അനു അത് മാക്സിമം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചർച്ചയാകാൻ വേണ്ടി പ്രയത്നിക്കണ പോലെ, ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി. ആകാൻ വേണ്ടിട്ടോ? ഇന്നലെയൊക്കെ ഇന്നലെയാണ് അവർ പറഞ്ഞത്. എന്നോട് ഇന്നലെ പറഞ്ഞു. ആര്? ഇവര് 3 പേരും പറഞ്ഞു. എനിക്ക് ചിരിയും കളിയായിരുന്നു, എനിക്ക് തമാശയായിട്ടാ തോന്നിയത്. പക്ഷെ ആള് സീരിയസ് ആയിട്ടാ പറയുന്നത് പറഞ്ഞപ്പോഴും മൂപ്പർക്ക് അങ്ങനെ തോന്നി, ചോദിച്ചു, അതങ്ങനെ പോയി. മൂപ്പർക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയോടുകൂടി മൂപ്പരങ്ങ് നിർത്തി. പക്ഷെ എനിക്ക് മനസ്സിലായത് ചർച്ചയാവാൻ അനു ആഗ്രഹിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ലാലേട്ടൻ്റെ മുമ്പിൽ ഞാൻ അതിൽ ഗ്രാഫ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അനീഷിനായിട്ടുള്ള ഈ പ്രണയകഥ പോലും അനു ഒരു ഗെയിമായിട്ട് എടുത്തു എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു. ഷാനവാസും അക്ബറും ഈ പറഞ്ഞത് ബിഗ് ബോസ് പുറത്തുവിട്ട് തെറ്റെന്നാണ് അനുമോൾ ഫാൻസ് ആ ചങ്ങായി പറഞ്ഞത്. നാണമുണ്ട്, അതൊരു ബിഗ് ബോസ് ഷോ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം പുറത്തു വരും. അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ജനങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ലാലേട്ടൻ്റെ ഇതിൽ ചർച്ചയാവും. അതവിടെ സ്കിപ്പ് ചെയ്തുകൊണ്ടില്ല. പകരം ഇവളിങ്ങനെ അവൻ്റെ അടുത്ത് പോവുക, സംസാരിക്കുക, അവൻ എണീറ്റ് പോവുക, ആ കാര്യങ്ങൾ മറ്റത്താണ് അതിലായിട്ട് വീണ്ടും ചർച്ചയാക്കുക. ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. അത് തുറന്നു പറഞ്ഞു. അതാണ് അവിടെ പ്രതിഫലിച്ചത്. പൊന്നാര പ്രേക്ഷകരെ, ഇതാണ് ഉള്ള കാര്യം. നിങ്ങളെല്ലാവരും ഉള്ള കാര്യം കണ്ടിട്ടോട്ടിടണം പ്ലീസ്. ഓക്കെ, അല്ലാതെ അവളെ ഇഷ്ടമാണ്, അല്ലാതെ അവനെ ഇഷ്ടമാണെന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആരാണ് ശരിയെന്ന് തോന്നുന്നത് അവർക്കാണ് നിങ്ങൾ വോട്ടിടുന്നത്. ഏറ്റവും അവസാനം ഇന്നലത്തെ എപ്പിസോഡിന്റെ ചെറിയൊരു ഭാഗം കൂടി നമുക്ക് കേട്ട് നോക്കാം, ഈ വിഷയം ഇത്രയധികം ചർച്ച ചെയ്തുകൊണ്ട്. ഓക്കെ, എനിക്ക് അനീഷിന്റെ എന്തെങ്കിലും കാര്യം പുറത്തു പോകുന്നതാണ് അത് ഫണ്ണായിട്ടാ പോയേക്കണം. നീ ഓർത്തെങ്കിൽ ഇത് ചളവാക്കായിരുന്നു. ഞാൻ ഓർത്തൊന്നുമില്ല. പക്ഷെ അല്ല, നീ ഓവർ ഇങ്ങനെ പറയണ്ട. ആ ടോക്ക് ഒഴിവാക്കാം. ആ ടോക്ക് മാക്സിമം ഒഴിവാക്കാൻ നോക്ക്. നീ ഇങ്ങനെ പറയണ്ടല്ലോ. പുള്ളി വേറെ എന്തെങ്കിലും വിചാരിച്ചെടുത്താണോ? ഇല്ല, പുള്ളിക്ക് മനസ്സിലായി, കളിയാക്കിയതാണ്. പക്ഷെ പുള്ളി നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പുള്ളി എന്താ പറഞ്ഞത്, അത് എനിക്ക് എങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അതായത് പുള്ളിക്കൊരു സ്റ്റിലൊരു ഇഷ്ടമുണ്ട് എന്നുള്ള രീതിക്ക്. എങ്ങനെ? ഇപ്പം എക്സാമ്പിൾ എനിക്കിപ്പം ഞാൻ ചോദിക്കാന്ന ഇനി ഇതിനെപ്പറ്റി സംസാരിക്കരുതേ. വെറുതെ നമുക്കത് കാണിക്കുമ്പോൾ മനസ്സിലാകാൻ. അനുമോൾക്ക് പ്രശ്നം ഇത് പുറത്തെങ്ങനെ പോയി എന്നാണ്. അനുമോളെ എല്ലാത്തിനും കാരണം നീയല്ലേ മറ്റേ അനീഷിന് മറ്റേ ഇങ്ങനെ ലവിൻ്റെ മറ്റേ ഇത് ചെയ്തിട്ടും എനിക്ക് നിന്നെ ക്രഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ച ആള് നീയല്ലേ അനുമോളെ. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞത് തെറ്റല്ലേ അനുമോളെ. പൊന്നാര പ്രേക്ഷകരെ, അടുത്ത ലൈവിൽ അനുമോൾ നല്ല ചെയ്താലും ഞാൻ വിളിച്ച് പറയും. ഓക്കെ, അതായത് നമ്മൾ പ്രേക്ഷകർക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ലത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യുന്നു. പൊന്നാര പ്രേക്ഷകരെ, ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് മാത്രം നിങ്ങൾ വോട്ടിടുക. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് ഒന്ന് നെവിനാണ്. പിന്നെ അനീഷിൻ്റെ ഗെയിമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അനുമോൾ ഇപ്പം നെവിനാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത്. ഓക്കെ, അനീഷും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ടോപ്പ് 5 പറഞ്ഞ് ഞാൻ ഒഴിവാക്കാം. 1-ാം സ്ഥാനം അനീഷ്, 2-ാമത് നമ്മുടെ അനുമോൾ, 3-ാമത് നെവിന്, 4-ാമത് ഷാനവാസ്, 5 നൂറ. ഓക്കെ, നിങ്ങൾ ടോപ്പ് 5 നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ.